ഇല്ലേ? ഇരിക്കണ കെട്ടിടം, വിദ്യുച്ഛക്തി, രാവിലെ എണീച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനവും, ബ്രഷും പേസ്റ്റും സോപ്പും വാഷ് ബേസിനും കമോടും ചായയും കാപ്പിയും ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ആരും ഉണ്ടാക്കിയല്ലേ? ഭാഷ നമ്മൾ ഉണ്ടാക്കിയല്ലോ. വാഹനം ഏതാ നമ്മൾ ഉണ്ടാക്കിയത്? എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളിതെല്ലാം അനുഭവിക്കുന്നില്ലേ? നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അതിന് നമുക്ക് തന്നതെന്താണ്? ശരീരവും മനസ്സും ബുദ്ധിയും. ഈ ശരീരവും മനസ്സും ബുദ്ധിയെയും ഈ ഒരു ഭാവനയിൽ കണ്ടുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റായിരിക്കും. അപ്പോൾ അതിനാണ് യോഗ വന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യോഗ വെറും അഭ്യാസം മാത്രമല്ല, നമ്മൾ സ്വയം ഇതിന് തയ്യാറെടുക്കുകയാണ്. എല്ലാവരും നമുക്കിതെല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് കൊടുക്കാം. നമുക്ക് തന്നൊരു എക്വിപ്മെൻ്റാണ് ഈ ബോഡി മൈൻഡ് ഇൻ്റലക്ട്, ശരീരവും മനസ്സും ബുദ്ധിയും. അതാണ് നമ്മളൊരു പ്രാർത്ഥനയിൽ പറയുക, നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം, ഈ ദേവാലയം നിനക്ക് നിത്യവും വസിക്കുവാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം. അപ്പോൾ ഈ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിനെയും നമ്മൾ ശരിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മളിവിടെ കയറി വരുമ്പോൾ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇരിക്കാൻ തോന്നില്ലല്ലോ, ഇല്ലേ? അപ്പോൾ ഇതൊരു വീടാണ്. ഈ വീട്ടിനുള്ളിൽ വൃത്തിയാക്കി വെക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ, ഇല്ലേ? ഈ ദേവാലയം, അതിനാണ് ദേവാലയം എന്ന് പറഞ്ഞത്. അതിന് വൃത്തിയാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില ചിട്ടകൾ പറഞ്ഞല്ലോ. തുടയ്ക്കണം, മെഴുകണം, അടിച്ചു വാരണം, സാധനങ്ങൾ എങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം, ഉപയോഗത്തിന് ഉപകാരപ്രദമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉപകാരപ്രദമാണ്. ഞാനിങ്ങനെ മറ്റുള്ളവർ തന്നുകൊണ്ടല്ലേ ഞാൻ ജീവിക്കണത്. അതിന് അപ്പോൾ യോഗ വരുമ്പോൾ അതിനാണ് യമവും നിയമവും, ആസനവും പ്രാണായാമവും പ്രത്യാഹാരവും, ധാരണയും ധ്യാനവും സമാധിയും, അഷ്ടാംഗം. ഇത് ശരിക്കും നോക്കിയാൽ ആദ്യം തന്നെ തുടങ്ങുന്നത് എന്താണെന്നല്ലോ, ഞാൻ ചെയ്യേണ്ടതും ചെയ്യപ്പെടാൻ പാടില്ലാത്തതും. അങ്ങനെ അത് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അത് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളിവിടെ അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മ വരണം. ഈ ശരീരം മനസ്സും ബുദ്ധിയെയും മറ്റുള്ളവർക്ക് ഹിതകരമായി പ്രവർത്തിക്കണം. ഞാൻ എങ്ങനെ അനുഭവിക്കുന്നുണ്ടോ അതേമാതിരി എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും മറ്റുള്ള സഹസൃഷ്ടികൾക്ക് ഉപകാരപ്രദമാവണേ. അതിന് ഈ എക്വിപ്മെൻറ്റിനെ വൃത്തിയാക്കി തരണേ. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇത് ഓരോരുത്തരും ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നമ്മൾ കടപ്പാടാണ്. ഇപ്പോൾ അവിടുന്ന് വാഹനത്തിൽ കയറി, വാഹനമേ ലോകത്തില്ലാത്തപ്പോൾ ഒരാൾ മനസ്സിൽ തോന്നിയുണ്ടല്ലേ വാഹനം വന്നത്, അല്ലേ? റോഡേയും സാധനമില്ലാത്തപ്പോൾ, ഇപ്പം ഞങ്ങൾ കണ്ണാടിയെ ലോകത്തിലില്ലാത്തപ്പോൾ, ചെരുപ്പേ ലോകത്തിലില്ലാത്തപ്പോൾ, ഓരോന്നിരുന്ന് ആലോചിച്ച് നോക്കൂ. എന്തെടുക്കുമ്പോഴും ഇത് അപ്പോൾ എൻ്റെ വക എന്താ തിരിച്ചു കൊടുക്കുക? ഞാൻ വളർന്ന് വലുതായി സമൂഹത്തിലൊരു അംഗമായി, കുടുംബത്തിലൊരു അംഗമായി, ജോലിയെടുക്കുന്ന സ്ഥാപനത്തിലൊരു അംഗമായി ഞാൻ നാളെ പ്രവർത്തിക്കുമ്പോൾ എന്നിൽ നിന്ന് എന്താണ് കൊടുക്കാൻ പറ്റുക? അതിനെനിക്ക് കിട്ടിയ ശരീരവും മനസ്സും ബുദ്ധിയെയും തയ്യാറെടുപ്പിക്കുന്ന ഒരു ആദ്യത്തെ പ്രക്രിയയാണ് ഈ യോഗ. ഏത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നത് യോഗ. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മികവ്, എക്സലൻസ് എന്ന് പറയില്ലേ, വൃത്തിയായിട്ട് ചെയ്യുക, പെർഫെക്റ്റായിട്ട് ചെയ്യുക, അതിന് പേര് യോഗ. ഇങ്ങനെ യോഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മെല്ലെ 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 മനസ്സിലാവും. കേവലം കുറച്ച് ആസനങ്ങളിലോ പ്രാണായാമങ്ങളിലോ മാത്രമല്ല, പക്ഷെ അതെല്ലാം അതിന് ആവശ്യവുമാണ്. ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിനെയും നിയന്ത്രിക്കാൻ ഇവ ആവശ്യവുമാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ പരിണതഫലം എന്തായിരിക്കണം? ഞാൻ സമൂഹത്തിൽ, കുടുംബത്തിൽ എനിക്ക് ഒരു സൗഹാർദ്ദപരമായ കുടുംബാന്തരീക്ഷം, സൗഹാർദ്ദപരമായി ഞാൻ ജോലിയെടുക്കുന്ന സ്ഥലത്തുള്ള അന്തരീക്ഷം, സൗഹാർദ്ദപരമായിട്ടുള്ള സമൂഹ അന്തരീക്ഷം, പിന്നെ പ്രകൃതി അമ്മയോടുള്ള സൗഹാർദ്ദത, എൻ്റെ മനസ്സിനോട് തന്നെയുള്ള സൗഹാർദ്ദത, ഇതെല്ലാം വളർത്തിയെടുക്കാൻ ഈ യോഗ എന്നെ സഹായിക്കണം. ഈ ഒരു ഭാവനയും കൂടി ഉണ്ടായാൽ നമ്മൾ ഈ എടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഒരു ആക്കവും ഊക്കവും കിട്ടും. അത് കേവലം ഒരു അഭ്യാസമായിട്ടോ ഒരു ക്ലാസ്സായിട്ടോ പോകാതെ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് നാളെ നിങ്ങൾ ഇത് വിട്ടാലും, നാളെ നിങ്ങൾ യോഗ ക്ലാസ്സിൽ നിർത്തിക്കഴിഞ്ഞാലും ഈ പോകൂല. ഏതുപോലെയാണെന്നറിയോ? നമ്മൾ സൈക്കിൾ പഠിക്കുമ്പോൾ ആദ്യം കുറേ വീഴുകയൊക്കെ ചെയ്യും, ഇല്ലേ? പക്ഷെ ബാലൻസ് കിട്ടിയാൽ പിന്നെ പോവോ? ആയുഷ്കാലം വരെ ആ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഈ പരീക്ഷണത്തിൽ ഇത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ കേവലം അഭ്യാസങ്ങളിലും ആസനങ്ങളിലും മാത്രം കൊടുത്ത് നിൽക്കാതെ ശരീരവും മനസ്സും ബുദ്ധിയെയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി, എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട്, അതേമാതിരി ഓരോ എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും മറ്റുള്ള സഹസൃഷ്ടികൾക്ക് ഉപകാരപ്രദമാവണേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഓരോരോ കാര്യം ചെയ്യുമ്പോഴേക്കും
ഈ ബാലൻസ് നമുക്ക് എപ്പോഴും കിട്ടും. നാളെ വളർന്ന് വലുതായി കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും സമൂഹ ജീവിതവും നടക്കുമ്പോൾ നമുക്ക് ഇത് ഉപകാരപ്രദമായിട്ട് വരും. അതിനുള്ള ശക്തമായ ഉൾപ്പെടൽ നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഈ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ശ്രീധരൻ വിവരിച്ച് പറയും എന്തിനാണ് ഈ ക്ലാസ് നടക്കുന്നതെന്ന്. ഈ യോഗയോടൊപ്പം മനസ്സിനും ബുദ്ധിയും ഈ അന്യോന്യം നമ്മൾ ബന്ധപ്പെട്ടവരാണെന്നും നമ്മളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് പോകണമെന്നും അതിനാണ് ഇവിടുത്തെ ഈ ക്യാമ്പ് നടക്കുന്നത്. ഇതെല്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ കാണാനും ഈ 2 വാക്ക് നിങ്ങൾക്ക് പറയാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നമസ്കാരം. ജയ ജയ ദുർഗേ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തുഷാര. ഞാൻ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC ചാർജ് വഹിക്കുന്ന അധ്യാപികയാണ്. മുമ്പൊരു തവണ ഞാൻ SPC കുട്ടികളെ കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ് കുട്ടികളന്ന് പറഞ്ഞത്. ക്ലാസ്സിനെ കുറിച്ചായാലും അത് തുടർന്ന് ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ അത് പകർത്തുന്നു എന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും മറ്റു കുട്ടികളെ കൂട്ടി ഇവിടത്തേക്ക് വന്നത്. അതേപോലെ തന്നെയായിരുന്നു ശ്രീധരൻ സാറിൻ്റെ ക്ലാസ്സുകൾ കുട്ടികളെ കൊണ്ടുപോയത്. ജീവിതത്തിലെ മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലും നമ്മൾ വളരെയധികം നിസ്സാരമെന്ന് കരുതുന്ന, എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കഴിക്കലിൽ പോലും എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഏറ്റവും വലിയ പാഠം കൂടി ഇവിടുന്ന് കുട്ടികൾ നേടിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നും വിദ്യാലയത്തിലെ മറ്റു കുട്ടികൾക്കും ഈ ഒരു അവസരം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളിലെ SPC കാഡറ്റാണ്. ഇന്ന് എനിക്ക് ശ്രീധരൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ സാറ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് എനിക്ക് വളരെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യം സാറ് പറഞ്ഞത് ജീവിതത്തിലെ സമാധാനക്കേടും സന്തോഷമില്ലായ്മയൊക്കെ ആയിരുന്നു. എങ്ങനെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം കണ്ടെത്താമെന്ന് പറഞ്ഞു. അത് സാറ് ഡയറക്റ്റായിട്ട് പറയാതെ അതിൽ നിന്നും ഒരു ക്ലാസ്സിനെ അതിൽ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എങ്ങനെ സന്തോഷം ഇല്ലാതാവുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ സന്തോഷം കിട്ടുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആദ്യം നമ്മളെ വിവിധ തരം ഗ്രൂപ്പുകളാക്കി തിരിച്ചിരുന്നു. ഒരു പ്രവർത്തനം നമുക്ക് തന്നു. ആ പ്രവർത്തനത്തിൽ നമുക്ക് ഓരോ സമാധാനവും സന്തോഷം ഇല്ലാതാവുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സന്ദർഭങ്ങളും നമ്മൾ സാറോട് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാം, അതെങ്ങനെ ഇല്ലാതാക്കാം എന്നായിരുന്നു സാറ് നമുക്ക് പറഞ്ഞത്. അതുമാത്രമല്ല ഒരു ആഗ്രഹത്തെ എങ്ങനെ ലക്ഷ്യമാക്കി മാറ്റാം, അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ നിന്ന് നമുക്ക് ആ 24 മണിക്കൂറും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും സാറ് പറഞ്ഞു. ഇത് മുൻപൊരു വട്ടം ഞാൻ വന്നപ്പോഴും സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും ഇപ്പോഴും ഞാനത് ആ ഒരു പാതയിൽ പിന്തുടരുന്നതിൻ്റെ ആഗ്രഹം അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ഇത് സാറ് ഇന്ന് പറഞ്ഞതും കൂടി കൂടുതൽ അതിൽ ഉൾപ്പെടുത്തണം. ഇത്രയും മാത്രം എനിക്ക് പറയാം. ഹായ് ഓൾ, ഐ എം ശിവാനി യോഗി. ഞാൻ ദുർഗ സ്കൂൾ പഠിക്കുന്നത്. ഇന്ന് ഞാനിവിടെ വന്നത് ശ്രീധരൻ മാസ്റ്ററിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് സാറ് നമുക്ക് വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷവും സമാധാനവും എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ആ സന്തോഷവും സമാധാനവും ഇല്ലാണ്ടാവുക എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും ഓരോരോ ആൾക്കാരോടും ഓരോരോ സന്തോഷവും സമാധാനവും ഇല്ലാതാവുന്ന നിമിഷങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഓരോരോ ആൾക്കാരും ഓരോരോ പോയിന്റുകൾ എഴുതിയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളിൽ നിന്ന് തന്നെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളും അത് നമുക്ക് ശരിയാക്കാനും ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് പറ്റി. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഹായ് ഓൾ, ഞാൻ രാഗമായ. ഞാൻ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനൊരു NCC കാഡറ്റും കൂടിയാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തന്നെ ശ്രീധരൻ സാറായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കുറേ അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഒരു ലൈഫിൽ മുന്നേറാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ക്ലാസ് നല്ലോണം ഇഷ്ടമായി. ഹായ് ഓൾ, ഞാൻ അരുൺവി ദുർഗ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ NCC കാഡറ്റാണ്. നമ്മൾ സ്കൂളിലത്തെ കുറച്ച് കുട്ടികൾ 6ാം ക്ലാസ്സിൽ ശ്രീധരൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ശ്രീധരൻ സാർ നമ്മളെ ജീവിതത്തിൻ്റെ ശരിക്കും അർത്ഥമാണെന്ന് പറഞ്ഞത്, അതിനെ ശരിക്കും വലുതാക്കിയിട്ട് പറഞ്ഞ കാര്യമൊന്നും ഉണ്ടായത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. നമ്മുടെ തെറ്റുകളിലൂടെയാണ് നമ്മൾ ശരിയാവേണ്ടതെന്ന് സാർ പറഞ്ഞതിനർത്ഥം. ഞാൻ ദുർഗ സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ശ്രീധരൻ മാഷ് നമുക്ക് നല്ലൊരു ക്ലാസ്സാണ് എടുത്തത്. അപ്പോൾ പ്രകൃതിക്കിടയിൽ നിന്ന് നല്ല ക്ലാസ് എടുത്തു. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ട് നല്ലൊരു ക്ലാസ്സാണ് ലഭിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ശ്രീധരൻ മാഷ് അവസാനം പറഞ്ഞു, ഒരു ദിവസത്തിന് 8 മണിക്കൂറിലെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഓരോ 8 മണിക്കൂറും ഒരു 8 മണിക്കൂർ പഠനത്തിന്, ഒരു 8 മണിക്കൂർ ഉറക്കത്തിനും, പിന്നെ ഒരു 8 മണിക്കൂർ മറ്റു കാര്യങ്ങൾക്കും ചെലവഴിക്കണമെന്നെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ദുർഗ HSSലെ 9th പഠിക്കുന്ന ഒരു NCC കേഡറ്റാണ്. ഇന്ന് ഞാനിവിടെ ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ് നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക്. സാർ എങ്ങനെയാണ് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെങ്ങനെ നേരിടാം എന്നുള്ളത് എങ്ങനെ മാഷ് നന്നായി പറഞ്ഞു തന്നു നമുക്ക്. നല്ല ക്ലാസ്സായിരുന്നു. എങ്ങനെയാണ് ഒരു ദിവസം ഒരു വേസ്റ്റ് ആക്കാതെ ഫുള്ളി എങ്ങനെ ഒന്ന് നേരെയാക്കി നമ്മളെ ഒരു ഇതിനെ ചെയ്യാമെന്ന് മാഷ് മര്യാദക്ക് പറഞ്ഞു തന്നു. വേറെ നല്ല ക്ലാസ്സായിരുന്നു. എല്ലാം നന്നായി മനസ്സിലായി.